10 കൊല്ലത്തിന് മുൻപെയാണ് നിങ്ങൾ ആധാർ എടുത്തിട്ടുള്ളതെങ്കിൽ ഈ രീതിയിലെടുത്ത എല്ലാ ആളുകളും നമ്മുടെ ആധാർ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് സൗജന്യമായിട്ട് ചെയ്യാനുള്ള ഒരു അവസരവും ഗവൺമെൻറ് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ഗൂഗിൾ എടുത്ത് ജസ്റ്റ് മൈ ആധാർ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു വെബ്സൈറ്റിലേക്കാണ് വരിക. ഇവിടെ നമുക്ക് ഒരുപാട് സർവീസുകൾ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മുടെ PVC കാർഡ് ഡൗൺലോഡ് ചെയ്യാം, അതുപോലെ തന്നെ സോഫ്റ്റ് കോപ്പി ഡൗൺലോഡ് ചെയ്യാം, ഒത്തിരി ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സൈൻ ഇൻ ഓപ്ഷൻ കൊടുത്ത് നമ്മുടെ ആധാർ നമ്പറും ക്യാപ്ചയും കൊടുത്തിട്ട് നമുക്കൊന്ന് ലോഗിൻ ചെയ്ത് വരാം. ഇങ്ങനെ ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് കണ്ടില്ലേ, ഡൗൺലോഡ് ചെയ്യാം, PVC കാർഡ് ആക്കാം, അഡ്രസ് ചേഞ്ച് ചെയ്യാം, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇവിടെ താഴെ കണ്ടില്ലേ നിങ്ങൾ, ദിസ് സർവീസ് ഈസ് ഫ്രീ ഓഫ് കോസ്റ്റ്. 14/6/2023 വരെ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അപ്പോൾ ഇനി അങ്ങോട്ട് ഇതിന് ചാർജബിൾ ആയിരിക്കും. നമുക്കറിയാം നമ്മുടെ പാൻ കാർഡ് എല്ലാം ആദ്യം 500 രൂപ ചാർജ് ചെയ്തു. ഇപ്പോൾ 1000 രൂപയാണ് പാൻ കാർഡ് ആധാറായിട്ട് ലിങ്ക് ചെയ്യാത്തവർക്ക് ഫൈൻ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഫൈനൊക്കെ വരുമ്പോൾ നമുക്കത് ഒഴിവാക്കാം. ഇപ്പോൾ തന്നെ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ അത് ഫ്രീ ആയിട്ട് ചെയ്യേണ്ട അവസരമുണ്ട് നമുക്ക്. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യേണ്ടത് 2 ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുക മാത്രമേ വേണ്ടൂ. അപ്പോൾ നമ്മുടെ ഡോക്യുമെൻ്റ്, നമ്മുടെ ഡാറ്റ എല്ലാം ശരിയായിട്ട് തന്നെ ആണോ വന്നിരിക്കുന്നത് വെറുതെ ഒന്ന് ചെക്ക് ചെയ്യാം. ഡേറ്റ് ഓഫ് ബർത്തും അഡ്രസ്സും കാര്യങ്ങളെല്ലാം ശരിയാണോ എന്ന് നോക്കിയതിന് ശേഷം ആ ടിക്ക് മാർക്ക് കൊടുത്ത് നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. ഇവിടെ നമുക്ക് ഗൈഡ് ലൈൻസ് ഫോർ അപ്ലോഡിങ് ഡോക്യുമെൻറ്റ്സ് എന്ന് കാണിക്കുന്നുണ്ട്. അതായത് 2 MB താഴെ ഉള്ള ഫയലായിരിക്കണം നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ PDF അപ്ലോഡ് ചെയ്യാം, JPG അപ്ലോഡ് ചെയ്യാം, PNG ഫോർമാറ്റ് അപ്ലോഡ് ചെയ്യാം. ഇവിടെ കണ്ടില്ലേ, പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി പറഞ്ഞിട്ട് ഒരുപാട് ID പ്രൂഫുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏതാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അത് നമുക്ക് അറ്റസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ഞാൻ സെലക്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ പേരും ഫോട്ടോഗ്രാഫും എല്ലാം കറക്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ എക്സ്പയറി ആയതായിരിക്കണം, അത് വാലിഡ് ആയിട്ടൊന്നായിരിക്കണം. പിന്നെ നമുക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ലെജിബിൾ ആയിട്ടുള്ളൊരു ഇത് മാത്രമല്ല അപ്ലോഡ് ചെയ്യാൻ പാടുകയുള്ളൂ. അപ്പോൾ ഇതിന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ കൊടുക്കാം. കണ്ടിന്യൂ അപ്ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ എവിടെയാണ് നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് നമുക്കൊന്ന് സെലക്ട് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ എന്തായാലും തെറ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ ആവേണ്ട, കാരണം ഇവിടെ ക്ലിയർ കണ്ടില്ല, ഇൻറ്റു മാർക്ക്, ഇത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. വീണ്ടും നമുക്ക് അപ്ലോഡ് ചെയ്യാം എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ. അതേപോലെ തന്നെ നമ്മൾ അഡ്രസ് പ്രൂഫും കൂടി ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. രണ്ടും 2 ID പ്രൂഫ് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. രണ്ടിനും ഒരേപോലെ കൊടുക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. ഞാനിവിടെ വോട്ടർ ID കാർഡാണ് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് ഞാൻ പറയാം. അതായത് എൻ്റെ ഇത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണിച്ചു തരാം. നമ്മൾ വ്യൂ ഫയൽ അപ്ലോഡ് ഡോക്യുമെൻറ്റ് കൊടുത്ത് നമുക്കൊന്ന് കണ്ടിന്യൂ കൊടുക്കുമ്പോൾ വോട്ടേഴ്സ് ID കാർഡ് സെലക്ട് ചെയ്യാം. കണ്ടില്ലേ, നോട്ട് സപ്പോർട്ടഡ് ഡോക്യുമെൻറ്റ് ഫോർമാറ്റ് സപ്പോർട്ട് ചെയ്യുന്നത്. ഞാനിത് കാണിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇതേപോലത്തെ ഇഷ്യൂസുകളെല്ലാം നോർമലി പലപ്പോഴും വരാറുണ്ട്. നമ്മൾ ഈ സൈസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വാട്സപ്പിലൊക്കെ ഇട്ട് കുറയ്ക്കാറുണ്ട് പലരും. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് അങ്ങ് മാറിപ്പോവും. അപ്പോൾ JPG ഇത് മാറിപ്പോകും. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമ്പോൾ, ഇത് കണ്ടത് ഇപ്പോൾ JPG ആണ്. ഇപ്പോൾ ഇതിൽ നമുക്ക് ആധാറിൽ JPEG എന്ന ഫോർമാറ്റാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ PDF-ഉം സപ്പോർട്ട് ചെയ്യും, PNG-യും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഇതെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് ഓൺലൈനിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ വെറുതെ ഗൂഗിൾ എടുത്തിട്ട് നമ്മുടെ ആവശ്യം JPG-നെ JPEG ആക്കുകയാണ് വേണ്ടത്. അപ്പോൾ JPG to JPEG കൺവേർട്ടർ എടുക്കുക. കുറേ വെബ്സൈറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യുന്നതിന് സൈറ്റിലുണ്ട്. അപ്പോൾ നമ്മുടെ ഫയൽ സെലക്ട് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കൺവേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൺവേർട്ട് ചെയ്ത് തരുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ JPG-നെ JPEG ആക്കിയതാണ്. നമുക്ക് ഇത് മാത്രമല്ല, നമുക്ക് JPG-നെ PDF ആക്കാം, 2 JPG ഫയൽ നമുക്ക് ഒറ്റ ഫയലാക്കാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ, നമുക്ക് ഒന്നും തന്നെ വേണ്ട, നമ്മൾ ഗൂഗിൾ ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. നമുക്ക് പല ആവശ്യങ്ങളൊക്കെ ഇത് വരുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തതിൻ്റെ ഇടയിൽ. നമുക്ക് നമ്മുടെ വർക്ക് കണ്ടിന്യൂ ചെയ്യാം. നമുക്കിതൊന്ന് അപ്ലോഡ് ചെയ്യാം. നമ്മൾ മാറ്റം വരുത്തിയത് അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ അതും കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഒരു 2 ഡോക്യുമെൻ്റ്, 2 ID പ്രൂഫും അഡ്രസ് പ്രൂഫും അപ്ലോഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ള മാത്രം പ്രോസസ്സാണ് ഉള്ളത്. നമുക്ക് വളരെ ഈസിയാണ്. എല്ലാവരും മൊബൈലിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കൊടുക്കാം. ഇനി അതിൻ്റെ ഒരു അക്നോളജ്മെൻറ്റും കാര്യങ്ങളും, ഇപ്പോൾ സർവീസ് ഫ്രീ ആണെന്നാണ് പറയുന്നത്. 14-ാം തീയതി വരെ ഫ്രീ ആണ്. പിന്നീട് അത് 50 രൂപയോ അതിൽ കൂടുതലായിരിക്കും ഇനി ഇത് ചേഞ്ചസ് എല്ലാം വരുത്താൻ വേണ്ടിയിട്ട്. ഒരു പക്ഷേ അക്ഷയയിലെല്ലാം പോയിട്ട് വേണ്ടിവരും ചെയ്യുന്നത്. നമുക്കൊരു ദിവസം മെനക്കേട് കൂടെയാണ് നമ്മുടെ അക്ഷയയിലെല്ലാം പോകാമെന്ന് പറയുമ്പോൾ. ഇവിടെ നമ്മൾ അക്നോളജ്മെൻറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാം കേട്ടോ. കാരണം എന്തെങ്കിലും ഫ്യൂച്ചർ റെഫറൻസ് വേണം, നമുക്ക് ഇതിൻ്റെ ഒരു റെഫറൻസ് നമ്പർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അക്നോളജ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കാം. അപ്പോൾ അതൊരു PDF ആയിട്ട് നമുക്ക് ഇതേപോലെ കാണാൻ സാധിക്കും. നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും.
ഇനി നമ്മൾ ഈ ആപ്ലിക്കേഷൻ കൊടുത്തതിൻ്റെ സ്റ്റാറ്റസ് ഇത് മാനുവലി വെരിഫൈ ചെയ്യണമല്ലോ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുടെ വെരിഫൈ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇത് സമയമെടുക്കും. അപ്പോൾ ഇതിൻ്റെ സ്റ്റാറ്റസ് എന്തായി നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാൻ പറ്റും. വെരിഫിക്കേഷൻ സ്റ്റേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് താഴെ ഓരോ സ്റ്റെപ്പും കംപ്ലീറ്റ് ആയി സക്സസ് ആയിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കാണിക്കും. ഇപ്പോൾ അത് സം ടെക്നിക്കൽ ഇഷ്യൂസ്, നമുക്കറിയാം ആധാർ സൈറ്റ് ലക്ഷക്കണക്കിന് ആളെ ആക്സസ് ചെയ്യുന്നതാണ്, അതുകൊണ്ട് ആ സൈറ്റ് ചെറിയ എറർ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് പ്രശ്നമാക്കേണ്ട, കാരണം നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടേ ഉള്ളൂ, അത് തീർച്ചയായിട്ടും അപ്ഡേറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത് കേട്ടോ, എല്ലാവരും ചെയ്യാം.